ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരോണ്ട് കീസ്. അപ്പോൾ ഇന്നലെ നമ്മൾ കളിച്ച ഗെയിമിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പോൾ ഇന്നലെ നമ്മൾ കോഴീനെ മേടിക്കുന്നവരെയാണ്. അപ്പോൾ നമ്മൾ കോഴി അല്ലാതെ കുറച്ച് സാധനങ്ങളെയും കൂടെ മേടിച്ചു. നമുക്ക് എന്തായാലും ഇതുകൊണ്ട് നമ്മുടെ ഫാമിലേക്ക് പോകാം. നമ്മുടെ ഫാമിൻ്റെ മേളിൽ തന്നെ ആട്ടോ ഗൈസ് ഈ കട. ഇന്നലത്തെ ഓർമ്മയുള്ളതുകൊണ്ട് നമ്മൾ മെല്ലെ ആട്ടെ ഇങ്ങനത്തെയൊക്കെ ഷോർട്ട് കട്ട് ഇറക്കുമ്പോൾ നമ്മൾ കൂടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അയ്യോ, വണ്ടി കുറച്ചുകൂടെ ഇറങ്ങിച്ചേട്ടോ. ഓക്കെ, നമുക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് എടുക്കാം. ചാടി പോവാം, അതാകുമ്പോൾ പെട്ടെന്ന് എത്തും. ഒരു കോഴിയാക്കി പിന്നെ രണ്ടാമത്തെ കോഴിയെ കൂട്ടിലിട്ടു. നമ്മൾ കോഴികളല്ലാതെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഇനി കോഴിയുടെ മുട്ടയൊക്കെ നമുക്ക് എടുത്ത് വിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബാസ്ക്കറ്റ് മേടിച്ച്. ബാസ്ക്കറ്റ് എടുക്കാൻ പറ്റാത്ത വണ്ടി അങ്ങോട്ടുള്ള മാറ്റിയിട്ട് ഇവിടെ അല്ല. നമ്മുടെ ഗോതമ്പ് മാത്രമേ ഉള്ളൂ. തീറ്റ എടുത്ത് കോഴികൾക്ക് കൊടുക്കാം. ഇങ്ങനെ അത് നമ്മൾ ചെയ്തു. നമുക്കിതൊക്കെ എവിടെയെങ്കിലും ഇറക്കി വെക്കാൻ നോക്കാം. ഇതെന്താ ഇറക്കി വെക്കാൻ പറ്റാത്തത്? എൻ്റെ ഫോൺ കാണിക്കുന്നുണ്ടോ? ഇല്ല ഗൈസ്, ഇത് ഇറക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്താ ചെയ്യുക? ആഗ്രഹിച്ച് മുട്ട പറക്കാൻ വേണ്ടി നമ്മളൊരു ബാസ്ക്കറ്റും കോഴിയെ ചൂടാൻ വേണ്ടി നമ്മൾ ചട്ടിയൊക്കെ മേടിച്ചപ്പം ഇത് ഇറക്കാൻ പറ്റുന്നില്ല. പോട്ടെ, സാരമില്ല. ഇത് നമുക്ക് ചുറ്റി കേക്കുണ്ടല്ലോ ഇവിടെ. അവിടെ എന്താ റെഡ്? അതും ഫാമാണോ? ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണല്ലോ. ഇവിടെ ഉണ്ട് വഴി. ഇല്ല, പോകൂല. ഇനി നമുക്ക് നേരെ അവിടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കിടാം. പലകയോ?
ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം മേടിച്ചു, പക്ഷെ ഒരു സാധനം മേടിക്കാൻ മറന്നുപോയി ഗൈസ്. നമ്മൾ സ്റ്റീൽ ബക്കറ്റ് മേടിച്ചില്ല, അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി നമുക്ക് പോകാം. നമ്മൾ ഇന്നലെ പോയിട്ട് വണ്ടിയിൽ ഫ്യൂവലൊക്കെ അടിച്ചിട്ടത് അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഡീസൽ അടിക്കാൻ വേണ്ടി അവിടം വരെ പോകണ്ട. ഇത് കൂടെ വേറെ വണ്ടിയൊന്നും വരില്ല കേട്ടോ. സ്റ്റീലിൻ്റെ ബക്കറ്റ്, യെസ്. സ്റ്റീലിൻ്റെ ബക്കറ്റിനൊക്കെ എത്ര രൂപയാണ്? ഇത് തന്നെ. ഇതൊരു അടിപൊളി കോഴിക്കൂടാട്ടോ. നമ്മുടെ ഇതേപോലെ തന്നെയാണ്. എനിക്ക് ബ്രേക്ക് കുറച്ച് കുറവാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഗൈസ്, അങ്ങനെ നമ്മളിതാ നമ്മുടെ ബക്കറ്റ് എടുത്ത് വെള്ളം കോരാൻ പോവാണ്. ഇവിടുന്ന് വെള്ളം കോരുക? കിണറുണ്ട്. ഞാൻ വിചാരിച്ച അവിടുത്തെ കുളത്തിൽ നിന്നാണ് വെള്ളം കോരാന്ന്. ഇതിനെന്ത് ചെയ്യാൻ? ടെക്നിക്കാട്ടോ ഗൈസ്. നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ കോഴികൾക്ക് വെള്ളം കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് കേട്ടോ ഗൈസ്. നമുക്ക് ഗൈസ് അപ്പോൾ ഒരു കോള് വന്നാണ്. ഇനി നമുക്ക് വെള്ളം നിറയ്ക്കാം. നമ്മുടെ കോഴിക്കുള്ള വെള്ളം അങ്ങനെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് പോകണമെന്ന് പറയുന്നു. നമ്മുടെ ടെൻറ്റിലോട്ട് പോകണം. ഗൈസ്, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റെസ്റ്റ് എടുക്കാം. എണ്ണിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മളിതാ എണ്ണിച്ചു. Take steel bucket from the car and install it into the well to take water and place it near the chicken coop. And take water bowl, fill it with water, and put the water bowl into the coop. കോഴിക്കുള്ള തീറ്റ ഇട്ടു. ഇനി നമുക്ക് കോഴിക്കുള്ള വെള്ളം. വെള്ളം മെയിനാണ് നമ്മുടെ കോഴിക്ക്. നമ്മുടെ കോഴിയുടെ മുട്ട നമുക്ക് എടുക്കണ്ടേ? അതിനുവേണ്ടി നമ്മുടെ ബാസ്ക്കറ്റ് എടുക്കാം. ഇതിങ്ങനെ ആയിരുന്നില്ല എൻ്റെ ട്രിക്ക്. ആവശ്യത്തിന് മാത്രമല്ല എടുത്താൽ മതി. എന്താ ഐഡിയ? ഒരു കോഴിമുട്ടയും സൂക്ഷിച്ചെടുക്കണം. നല്ല വിലയുള്ളതാണ് നമ്മളെ കോഴിമുട്ടയ്ക്കൊക്കെ.
കുഴപ്പമില്ലാത്ത ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. ചേടാ നമുക്കിനി കൂടടയ്ക്കാം. തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. അയ്യോ, കോഴിമുട്ടയിൽ ഇപ്പോൾ ചവിട്ടിയായിരുന്നേ. നമുക്കത് കോഴിമുട്ട അവിടെ കൊണ്ടുപോയി വിൽക്കണം. അയ്യോ, ഇപ്പോൾ കുളത്തിൽ പോയായിരുന്നേ. നോക്കട്ടെ, പറ്റണ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുളത്തിന് എന്തെങ്കിലുമൊക്കെ വെച്ച് കുളമൊക്കെ മറക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുളത്തിൽ കിടക്കും. ഇവിടെ കോഴിമുട്ട വിൽക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കോഴീനെ മേടിക്കും, ചിലപ്പോഴുള്ളൂ കേട്ടോ, പറയാൻ പറ്റൂല. നേരെ നമ്മുടെ കടയിലേക്ക് കയറാം. അങ്ങനെ രാത്രിയായി ഗൈസ്. അങ്ങനെ നമ്മൾ കോഴിമുട്ടയൊക്കെ വിറ്റിട്ട് വരികയാണ്. നമുക്ക് അവിടെയായിട്ടൊന്ന് പോകണം. അവിടെ കോഴികളൊക്കെ പിന്നെയും പോയിട്ടോ ഗൈസ്. കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി പുറത്ത് പോയാൽ പിന്നെ കിട്ടൂല. ഓ, ഭാഗ്യത്തിന് പോയില്ല. ആ വണ്ടിക്ക് നല്ല അടിപൊളി ബ്രേക്കാട്ടോ. നമ്മൾ ഇറങ്ങിയ അപ്പം വണ്ടി നിൽക്കും. ഇപ്പോൾ നമ്മൾ ഓരോ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും പരസ്യങ്ങൾ വരും. യെസ് ഗൈസ്, ഓക്കെ. കോഴിയും മേടിച്ചു. വെള്ളം കോരുന്ന ബക്കറ്റ്, ഇത് പിന്നെ ഇത്. കോഴി ഒന്നും കൂടെ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാം. ഇത്രയും സാധനങ്ങൾ നമ്മളങ്ങനെ മേടിച്ചു. ഇനി നമുക്ക് നേരെ നമ്മുടെ കടയിലേക്ക് തന്നെ പോകാം. സോറി, കടയിലോട്ടല്ല, നമ്മുടെ ജീപ്പിലേക്ക് തന്നെ പോകാം. എൻ്റെ ജീപ്പിൽ ഓരോന്നായിട്ട് വെക്കാം. ജീപ്പ് കുറച്ചങ്ങോട്ട് ഇട്ട് നമുക്കിങ്ങനെ എല്ലാത്തിലും ഒരു ഈ കൂടോടെ അങ്ങ് മേടിച്ചാലോ. നമ്മുടെ വണ്ടിയിൽ എല്ലാം കൂടെ കൊള്ളുമാവാം. നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം
എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇത് വെക്കാൻ സ്ഥലം, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൈ തന്നെ പിടിച്ചിട്ട് അല്ലെങ്കിൽ സൈഡിലോട്ടും എല്ലാം വെക്കാം. 2 കോഴിയുണ്ട്. നോക്കിയപ്പോൾ ഒരു കോഴിയെ കണ്ടുള്ളൂ, അതാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. ഈ മീറ്റ് നമുക്ക് നമ്മളിവിടെ മാറ്റി വെക്കുക. ഇത് എവിടെയെങ്കിലും വെക്കാന്ന് വിചാരിച്ചാൽ അത് പറ്റൂലല്ലോ. കോഴി വണ്ടി കുറച്ചാണ്ട് നീക്കിടണം. നമ്മുടെ ഒരു കയ്യിൽ മീറ്റ്, ഒരു കയ്യിൽ കോഴി. ഈ കോഴിനെ തൊളിച്ച് നിൽക്കണേ. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ കോഴീനെ വിറ്റു ഗായ്സ്. അപ്പോൾ നമ്മൾ കോഴീനെ ഇട്ടിട്ടുള്ള മിഷൻ കഴിഞ്ഞു, അതാണ് വന്നത്. ഇനി നമുക്ക് കോഴിയുടെ തീറ്റ, ഈ മീറ്റ് നമുക്ക് എവിടെയെങ്കിലും വെക്കണമെന്ന് വിചാരിച്ചാൽ വെക്കാൻ പറ്റും. നമുക്ക് വിൽക്കാനുള്ള മീറ്റാണ്. അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ആത്മാവാട്ടോ ഗൈസ്, നമ്മൾ ഈ കോഴിക്ക് തീറ്റ കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബക്കറ്റ് എടുത്തിട്ട് വെള്ളം കോരാം. എനിക്ക് ഭയങ്കര പവറാട്ടോ ഗൈസ് ഓടാൻ. നമ്മൾ ഇതിനകത്ത് തൂങ്ങി പിടിച്ചാണ് നമ്മൾ വെള്ളം കോരുന്നത്. യെസ് ഗൈസ്, വെള്ളം കിട്ടി. ചാടാട്ടോ ഗൈസ്, എനിക്ക് ഭയങ്കര കഴിവായതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ചാടിയാലും ഒരു കുഴപ്പവുമില്ല. ഓക്കെ ഗായ്സ്, അതിന് കുറച്ചും കൂടെ തീറ്റിട്ട് കൊടുക്കുക. പിന്നത്തേക്കിന് വന്നിട്ട് തീറ്റിട്ട് കൊടുക്കുകയെന്ന് ചെയ്യേണ്ടതായിരിക്കും. അല്ല വേണ്ട ഗായ്സ്, തീറ്റ ഇങ്ങനെ എപ്പോഴും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇനി നമുക്ക് നമ്മുടെ സാധനം വിൽക്കണം. നമ്മുടെ മീറ്റ് നമുക്ക് കിടന്നുറങ്ങിയിട്ട് വന്നിട്ട് നല്ല ക്ഷീണമുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് ഉറങ്ങാൻ പോയിട്ട് വരാം. നമ്മുടെ മീറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ഉറങ്ങിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ എണ്ണിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാസ്ക്കറ്റിൽ എഗ്ഗ് എടുക്കാം. എഗ്ഗ് എടുക്കാലോ. ഇതെന്ത് പറ്റിയപ്പോൾ മതി എണ്ണിച്ചോ. നമുക്കിത് നൈസായിട്ട് തുറക്കാം. നമുക്ക് ബാസ്ക്കറ്റ് എടുത്തിട്ട് കോഴിമുട്ട യെസ് ഗായ്സ്. ഓക്കെ ഗായ്സ്, നമ്മളെ ഗ്രാൻഡ്പ മരിച്ചു പോയപ്പോൾ നമ്മളിത് ഏൽപ്പിച്ചത് നന്നായി. വേറെ ആർക്കെങ്കിലും ഇത് കൊടുത്തിരുന്നെങ്കിൽ ഇതിപ്പോൾ
വല്ല ഹോട്ടലാക്കിയിട്ടുണ്ടാവുമായിരുന്നു. നമ്മളിത് ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെ സൂക്ഷിച്ചോ അതേപോലെ തന്നെ നമ്മളിത് സൂക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് വിൽക്കണം കേട്ടോ ഗൈസ്, മീറ്റൊക്കെ വിൽക്കണം. ഇതിനി തീറ്റ വേണോ? വേണ്ട വരില്ല. അങ്ങോട്ടൊന്ന് പോകണം, ഇനി ഇങ്ങോട്ട് പോകണം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും മേടിക്കാനില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും മേടിക്കാനില്ല. നമ്മൾ മേടിക്കേണ്ടതൊക്കെ മേടിച്ചു. ഇനി നേരെ പോയിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ വിൽക്കാം. വിറ്റാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കച്ചവട സ്ഥലത്തേക്കാണ്. ഇവിടെ ഒരു കാറിൻ്റെ ഷോറൂമൊക്കെ ഉണ്ട്. ബട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ കാറ് മേടിക്കാത്തത്. ഒരിട്ടാൽ നമുക്ക് ചിക്കൻ, അതായത് മീറ്റ് ഇവിടെ വെക്കാം. ഇത് നമുക്ക് നമ്മുടെ എഗ്ഗ് ഇവിടെ വെക്കാം. ഞാൻ ഒരു ദിവസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. നമ്മുടെ കോഴിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിയെ മേടിക്കണം. അടുത്ത കോഴിയെ മേടിച്ചിട്ടുള്ള പാർട്ടുമായിട്ട് അടുത്ത വീഡിയോ വരികയായിരിക്കും ചെയ്യുക. അപ്പോൾ അടുത്ത 3ാമത്തെ പാർട്ടിനായി എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേര് ഞാൻ ആ 3ാമത്തെ പാർട്ടി പറയാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഗൈസ്. അപ്പോൾ ഞാൻ പറ്റിച്ചതിന് സോറി. ഈ വീഡിയോയിൽ പറയില്ല, അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചും തരാം, പറയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫാമിൽ നിന്ന് അപ്പം നമുക്ക് എന്തായാലും പോകാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗായ്സ്, ബൈ. അടുത്ത പാർട്ട് 3.